ഹരേ കൃഷ്ണ. ബാലിയുടെ ബാലിൽ രാവണനെ കെട്ടിത്തൂക്കുന്ന കഥാഭാഗമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് പറയുവാൻ പോകുന്നത്. കഴിഞ്ഞ ഭാഗത്ത് നാരദർ രാവണനെ ഏഷണി കയറ്റി. അങ്ങനെ ബാലിയുടെ അടുത്തേക്ക് നാരദൻ രാവണനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നാരദൻ്റെ നിർദ്ദേശപ്രകാരം രാവണൻ നാരദനോടൊപ്പം തേരിലേറി ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരത്തെത്തി. അവിടെ എത്തിയപ്പോൾ കണ്ടത് തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലിയെ ആയിരുന്നു. അവൻ്റെ പർവ്വതം പോലുള്ള ശരീരവും ഭീകരമായ മുഖവും നീണ്ടു തടിച്ച വാലും കണ്ട് നാരദൻ പറഞ്ഞു, രാവണ, നീ ഇത് കണ്ടൊന്നും ഭയപ്പെടേണ്ടതില്ല. ഇവൻ വെറുമൊരു പേടിത്തൊണ്ടനാണ്. നിന്നെ കണ്ടാൽ വാലും പൊക്കി ഓടിക്കളയും. അതുകൊണ്ട് അവൻ കാണാതെ പുറകിൽ കൂടി ചെന്ന് അവനെ പിടിക്കുക. രാവണൻ നാരദൻ പറഞ്ഞതുപോലെ പുറകിൽ കൂടി ചെന്ന് വാലിൽ പിടിച്ചു. വാനരന്മാർക്ക് വാലിലാണല്ലോ ശൗര്യം. രാവണൻ വാലിൽ തൊട്ടതും ബാലി ആ കൈയെ വാലുകൊണ്ട് ബന്ധിച്ചു. ഉടനെ രാവണൻ മറ്റേ കൈകൊണ്ട് വാലിൽ കടന്നു പിടിച്ചു. ആ കൈയും ബന്ധിക്കപ്പെട്ടു. ചുരുക്കത്തിൽ രാവണന്റെ ശരീരം മുഴുവൻ ബാലിയുടെ വാലിനാൽ ബന്ധിച്ചു. അതുമൂലം രാവണൻ ഒരു ഭാണ്ഡം പോലെ ബാലിയുടെ വാലിൽ തൂങ്ങിക്കിടന്നു. ബാലി തർപ്പണത്തിനായി 4 സമുദ്രങ്ങളിലും പോയി മുങ്ങി. വാൽ വെള്ളത്തിൽ മുങ്ങുമ്പോഴൊക്കെ രാവണൻ ഉപ്പുവെള്ളം കുടിച്ചു. ഇങ്ങനെ 12 വർഷം അങ്ങനെ കടന്നുപോയി. ഒരു കുരങ്ങനെ ജയിക്കാനെന്നും പറഞ്ഞ് നാരദനോടൊപ്പം പോയ പിതാവ് മടങ്ങി വരാത്തതിനാൽ ഇന്ദ്രജിത്ത് ഒരു രാക്ഷസനെ രാവണ വൃത്താന്തം അറിഞ്ഞു വരാനായി നിയോഗിച്ചു. തെക്കേ സമുദ്രത്തിലെത്തിയ രാക്ഷസൻ ബാലിയെയും അവൻ്റെ വാലിൽ തൂങ്ങിക്കിടക്കുന്ന രാവണനെയും കണ്ടുമുട്ടി. അവൻ ഓടി വന്ന് രാവണപുത്രനെ കണ്ട് വിവരം ധരിപ്പിച്ചു. അത് കേട്ട് കുപിതനായ ഇന്ദ്രജിത്ത് ബാലിയെ വധിക്കാനായി ആയുധവും എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ഉടനെ മായാസുരൻ ഇന്ദ്രജിത്തിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, രാവണനന്ദന, ബാലിയെ എതിർക്കാൻ ശക്തിയുള്ള ആരും തന്നെ ഇന്നു ലോകത്തിൽ ജനിച്ചിട്ടില്ല. ബാലിക്ക് ശരിക്കും രാവണനോടല്ല വിരോധം, അവൻ്റെ പിതാവായ ദേവേന്ദ്രനെ ചതിച്ച നിന്നോടാണ്. രാവണനെ ബന്ധിച്ചാൽ മകനായ നീ ചെല്ലാതിരിക്കില്ലെന്ന് അവനറിയാം. ആ അവസരം പാഴാക്കാതെ നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഈ തന്ത്രം